അപ്പോൾ അരുൺസിൻ്റെ കൺട്രാവലിൽ നമ്മൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഞാൻ അവിടെ എത്തിയ ശേഷം പറയാം. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് 2-3 വഴികളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഈ 2 വീലർ മാത്രം പോകുന്ന വഴി തിരഞ്ഞെടുത്താണ്. അത് നിങ്ങൾക്കൊരു കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ വഴിയിൽ കുറച്ച് പിള്ളേരൊക്കെ ഇരുന്ന് പട്ടമൊക്കെ പറത്തുന്നുണ്ട്. ക്യാമറയും പിടിച്ച് കൊണ്ടുപോകുന്ന നമ്മളെ കണ്ടിട്ട് പിള്ളേർ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇത് പുഴയിൽ നിന്ന് വരുന്ന വഞ്ചിയൊക്കെ അടുപ്പിക്കുന്ന ഒരു ചെറിയൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വഞ്ചി അടുപ്പിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമീനൊക്കെ നമുക്ക് നേരിട്ട് മേടിക്കാൻ പറ്റും. അരുൺ സ്പെക്ക് ആൻഡ് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബീച്ചിലാണ്. ബീച്ചിന്റെ പേരാണ് വളപ്പ് ബീച്ച്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവണമെന്നില്ല, കാര്യം അത്ര സുപരിചിതമല്ല. എന്നാൽ ഇതിന്റെ തൊട്ടടുത്തൊരു 100 മീറ്റർ അപ്പുറം വേറൊരു ബീച്ചാണ്, ലൈറ്റ് ഹൗസ് ബീച്ച്, പുതുവൈപ്പ് ബീച്ച്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ബീച്ചുകളിൽപ്പെട്ട ഒരു ബീച്ചാണ്. പക്ഷേ ഇത് അത്ര ഫേമസ് ആയിട്ടില്ല. പക്ഷേ ഇത് ഒരുപാട് സിനിമകളിലുണ്ട്, നമുക്ക് ഒരുപാട് ആളുകൾ കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ ട്രാവൽ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ തെറ്റുകളും കുറവുകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കണ്ണടച്ചേക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ബീച്ച് റാലിയും കാർണിവലൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം കൊറോണ വന്നതോടുകൂടി ഇപ്രാവശ്യത്തെ പരിപാടികളൊക്കെ വെള്ളത്തിലായി. ആഘോഷ പരിപാടികളൊന്നും നമ്മൾ നടത്തുന്നില്ല. അപ്പോൾ എന്നാലും ഇവിടെ ആളുകൾ വരുന്നുണ്ട്, ആഘോഷങ്ങൾ ചെറുതായിട്ടെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ വളപ്പ് ബീച്ചിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണെന്ന്. അപ്പോൾ ഷൂട്ടിങ്ങിനായി എത്തിയ ഒരു സിനിമാ താരം കൂടി അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് വളപ്പ് ബീച്ചിലേക്കുള്ള വഴി. അപ്പോൾ ഈ വഴി നേരെ കയറി വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് കിണ്ണൻ ഒരു ലൊക്കേഷനാണ്. ഫോട്ടോഷൂട്ടിനും പ്രീ വെഡ്ഡിങ് ഷൂട്ടിനും സേവ് ദ ഡേറ്റിനും എല്ലാത്തിനും പറ്റിയൊരു കിണ്ണൻ ലൊക്കേഷനാണ്. കാണിച്ചു തരാം, വാ. ഇതാണ് വളപ്പ് ബീച്ചിലെ ഏറ്റവും മനോഹരമായ ഒരു ഫ്രെയിമാണിത്. ഇത് ഒരുപാട് സിനിമകളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. പിന്നെ പ്രീ വെഡ്ഡിങ്ങിനും മറ്റുമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ ലൊക്കേഷൻ എറണാകുളത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് ചിലപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കടലോരമാണ് വളപ്പ് ബീച്ചിലുള്ളത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറു കാറ്റാടിക്കാടും പിന്നെ തലപോയ കുറച്ച് മരങ്ങളും ഇതെല്ലാം കൂടി കാണുമ്പോൾ ഒരു മിനിയേച്ചർ തേക്കടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എറണാകുളത്ത് വന്നിട്ട് ഒരാളോട് ബീച്ചിൽ പോകാമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ചെറായി ബീച്ച് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ബീച്ച് അങ്ങനത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനേക്കാളൊക്കെ മനോഹരമായ ചില ബീച്ചുകൾ കടലമ്മ തന്നെ സ്വയം നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു ബീച്ചാണ് വളപ്പ് ബീച്ച്. ഫോട്ടോഗ്രാഫർമാർക്കും പിന്നെ നല്ല ടെലിലെൻസ് കയ്യിലുള്ളവർക്കൊക്കെ വളപ്പ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിണ്ണൻ ഫ്രെയിമുകൾ കിട്ടും ഫോട്ടോ എടുക്കാൻ. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ തടാകങ്ങളിൽ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഒരുപാട് കൊക്കുകളും നീർക്കാക്കകളും പിന്നെ ദേശാടന കിളികളും അങ്ങനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തരം കിളികൾ വരെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വളപ്പ് ബീച്ച്. വളപ്പ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലം അല്ലെങ്കിൽ പറമ്പ് അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മറ്റെല്ലാ ബീച്ചുകളിലും കടലിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാരമണലും അതൊക്കെയാണ് ഭംഗിയെങ്കിൽ വളപ്പ് ബീച്ചിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന പച്ചപ്പിനാണ് ഭംഗി. അതൊക്കെ കണ്ടുകൊണ്ട് കാറ്റാടി മരങ്ങൾക്ക് ഇടയിലൂടെ നടക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ വന്നത്. അതൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മൾ രാവിലെ ഒരു 7 മണി സമയത്താണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ വളപ്പ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ചില പ്രത്യേകതരം കാഴ്ചകളുണ്ട്, കാണിച്ചു തരാം. അതിലൊന്നാമതായിട്ട് പറയേണ്ടത് വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടിങ്ങുകളാണ്. രാവിലെ നമ്മൾ ബീച്ചിൽ തിരക്കുണ്ടാവില്ല, നല്ല ലൈറ്റ്നിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പിൾസ് വന്നിട്ട് പോസ്റ്റ് വെഡ്ഡിങ്ങും സേവ് ദ ഡേറ്റ് വീഡിയോയും അങ്ങനെ പലതും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് പറയേണ്ടത് ചില വള്ളക്കാർ വന്നിട്ടേ തീരത്തോട് ചേർന്ന് ഉടക്കുവല വിരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയുണ്ട്. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് ഈ ബീച്ചിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച്, അതായത് പുതുവൈപ്പ് ബീച്ച്. അപ്പോൾ രാവിലെ തന്നെ ബീച്ചിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കുറച്ച് മരക്കുറ്റികളും പൈപ്പും ഒക്കെ ആയിട്ട് കുറച്ച് ചേട്ടന്മാരിരുന്ന് എന്തുകൊണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരൊരു സ്വിമ്മിങ് ക്ലബിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ബീച്ച് സൈലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സ്വിമ്മിങ് ക്ലാസ്സുകളും പ്രാക്ടീസും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കൊരു എക്സസൈസ് ചെയ്യാനും തൂങ്ങാനും ഒക്കെ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ്. മറ്റൊരു കാര്യം അവർ പറഞ്ഞത് ആര് വന്നാലും അവരെയൊക്കെ ഫ്രീ ആയിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സ്വിമ്മിങ് പഠിക്കാം.
കടലാണെന്ന് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള അടിപൊളി ചേട്ടന്മാരാണ് ഇവർ. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളാണ്. പക്ഷേ സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പുലികളാണ് കേട്ടോ. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കണ്ടത് രാവിലെ തന്നെ ഇവിടുത്തെ തടാകത്തിൽ ഒരു ചേട്ടൻ വല വീശണതാണ്. എന്നാൽ പിന്നെ പുള്ളി വലയും കൊണ്ട് വരുമ്പോൾ ഒന്ന് കണ്ടേക്കാലെന്ന് ഓർത്ത് ചെന്നാൽ ഞങ്ങൾ കണ്ടത് വലയിൽ കുറച്ച് ചെറിയ പിലോപ്പി കുഞ്ഞുങ്ങളെ മാത്രമാണ്. ഈ മനുഷ്യൻ വെളുപ്പാങ്കാലത്ത് വല വീശി കഷ്ടപ്പെടുന്നത് ഈ ചെറിയ പിലോപ്പി കുഞ്ഞിനെ പിടിക്കാനാണ് കർത്താവേ എന്ന് ഓർത്ത് നിന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇതിനെ പിടിക്കണത് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി വലുതാക്കി വിൽക്കാനാണെന്ന്. സംഭവം എന്തൊക്കെയായാലും ഫിഷറീസിൽ നിന്ന് പ്രജനനം നടത്തി മേടിക്കുന്ന പിലോപ്പി കുഞ്ഞിനേക്കാളും ടേസ്റ്റി ഇവൻ വലുതായി വരുമ്പോഴായിരിക്കും ഉറപ്പാണ്. ഇതാണ് നമ്മുടെ ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിലേക്കുള്ള കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസ്. കേരളത്തിൽ ചെറുതും വലുതുമായിട്ട് 20ഓളം ലൈറ്റ് ഹൗസുകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കേരളത്തിലുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസ് തന്നെയാണ്. ഇതിൻ്റെ ടവർ ഹൈറ്റ് 151 അടിയാണ്. ഫോക്കൽ ഹൈറ്റ് 161 അടിയാണ്. ഫോക്കൽ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാട്ടർ ലെവലിൽ നിന്ന് ടവറിൻ്റെ ലൈറ്റിലേക്കുള്ള ഹൈറ്റാണ് ഫോക്കൽ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 161 അടിയാണ്. അങ്ങനെ കേരളത്തിലുള്ളതിൽ ചെറുതും വലുതുമായിട്ടുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ഹൈറ്റ് നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതായത് കടലിലൂടെ പോകുന്ന വലിയ ഷിപ്പുകൾക്കും ബോട്ടുകൾക്കും എല്ലാത്തിനും ഒരു നാവിഗേഷനായിട്ടാണ് ലൈറ്റ് ഹൗസ് ഉപയോഗിക്കുന്നത്. 1839 ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ലൈറ്റ് ഹൗസ് ആദ്യം ഫംഗ്ഷനിങ് തുടങ്ങിയത്. പിന്നീട് അത് 1979 നമ്മുടെ പുതുവൈപ്പിലേക്ക് ഇത് മാറ്റി സ്ഥാപിച്ചതാണ്. ഇനി ഞാൻ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സമയക്രമങ്ങളും ഫീസ് നിരക്കൊക്കെ. ഈ വീഡിയോ കണ്ട് ലൈറ്റ് ഹൗസ് കണ്ടേക്കാമെന്ന് പറഞ്ഞ് ആരും ഉടനെ ഒന്നും ചാടിക്കയറി ഇങ്ങോട്ട് വരണ്ട. കാരണം ഇതാണ്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് വളപ്പ് ബീച്ചിലേക്ക് ഒന്ന് ചെന്നു. അവിടെ രാവിലത്തെ വൈബും വൈകുന്നേരത്തെ വൈബും രണ്ട് തന്നെയാണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ടേ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവിടെ തിരക്ക് കൂടുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള തയ്യാറാക്കി വെച്ച കടകളൊക്കെ തുറക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചാർലി, കുമ്പളങ്ങി നൈറ്റ്സ്, പെരിച്ചാഴി, വിജയ് സൂപ്പറും പൗർണമിയും അങ്ങനെ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പറഞ്ഞാൽ തീരില്ല. അത്രയും പടങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. സമയം പോകുന്തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ തിരക്കിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരാൻ തന്നെ തീരുമാനിച്ചു. ബീച്ചിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നോക്കി നിന്നപ്പോൾ നമുക്ക് ഒരാളെ പരിചയപ്പെടാനും പറ്റി. മറ്റാരുമല്ല, പ്രശസ്ത നടനായ TG രവിയുടെ മകനും നടനുമായ ശ്രീജിത്ത് രവി. ഞാൻ പുള്ളീനോട് നമ്മുടെ ചാനലിൻ്റെ കാര്യവും അതിലൊരു ബൈറ്റ് ഇടാനും ഒക്കെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഹാപ്പിയായി. അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയായി. ബീച്ചിൽ നിന്നിറങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നത് മറ്റൊരു വഴിക്കാണ്. അവിടെയാണെങ്കിൽ പുഴയുടെ സൈഡിൽ പാർക്കിലെ പോലെ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പും പിന്നെ അത് ഈ കടയിൽ നിന്ന് നല്ല കലക്കം കപ്പയും ബോട്ടിയൊക്കെ കിട്ടും. ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന ടയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രാവിലെ ജോഗിങ്ങിന് വരുന്ന ആളുകൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ JCBയുടെ ടയറുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ലൊക്കേഷനിലെ വീഡിയോ ആയി ഉടനെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണം ടിക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ.